ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷിന്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തുടങ്ങുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകളും തികച്ച സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ വീഡിയോ. +2 ഇംഗ്ലീഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. +2 ഇംഗ്ലീഷിന്റെ എല്ലാ യൂണിറ്റിന്റെയും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ +2 ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും വീഡിയോ കാണാനുള്ള ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ദ 3 L's ഓഫ് എംപവർമെന്റ്, എനി വുമൺ, മാച്ച് ബോക്സ്, ഹൊറഗല്ലു, മെൻഡിങ് വാൾ, അമീഗോ ബ്രദേഴ്സ്, അവർ ഓഫ് ട്രൂത്ത്, എ 3 വീൽഡ് റവല്യൂഷൻ, ദീദി, സ്റ്റാമർ, അതുപോലെ തന്നെ വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്, റൈസ്, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, പോസ്റ്റ് എർലി ഫോർ ക്രിസ്മസ്, ദിസ് ഈസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്, ക്രൈം ആൻഡ് പണിഷ്മെന്റ്, എല്ലാ യൂണിറ്റിന്റെയും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുന്നതാണ്. കൂടാതെ ക്യാറ്റ് സ്കെച്ച്, പ്രധാനപ്പെട്ട നൊബിതാസ് മദർ, അജിത്ത്, റോബർട്ട് ബാൽവിൻ, രത്ന, സുധാമൂർത്തിസ് ഗ്രാൻഡ് ഫാദർ തുടങ്ങിയ ക്യാറ്റ് സ്കെച്ച് നമ്മൾ വീഡിയോയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ നോട്ട് വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഫോർമാറ്റുകൾ: ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമെ, ഇമെയില്, ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ, ബ്ലർബ്, ബ്ലോഗ്, അതുപോലെ അനൗൺസ്മെന്റ്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ നോട്ട് വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ദ 3 L's ഓഫ് എംപവർമെന്റ്, എനി വുമൺ, മാച്ച് ബോക്സ്, ഹൊറഗല്ലു. ദ 3 L's ഓഫ് എംപവർമെന്റിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടുഡേയ്സ് വുമൺ ആർ all set to take up various roles in life. In those roles, they might face many challenges. List out 4 qualities a woman needs to face the challenges of life. ഇന്ന് സ്ത്രീകൾ ജീവിതത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട റോളുകൾ വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ റോളുകളിലും അവരുടേതായ പല പ്രശ്നങ്ങളും നേരിടുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചലഞ്ചസിനെ നേരിടാൻ സ്ത്രീകൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, ക്വാളിറ്റീസ് എന്തെല്ലാമാണെന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ സ്പീച്ച് ഓർ എസ്സേ ഓൺ ദ ടോപ്പിക് വുമൺ എംപവർമെന്റ്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു സ്പീച്ച് തയ്യാറാക്കുക അല്ലെങ്കിൽ എസ്സേ തയ്യാറാക്കാനൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, വുമൺ ഷുഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺ, സേസ് ക്രിസ്ത്യൻ ലെഗാട്ട്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? എക്സ്പ്രസ് യുവർ വ്യൂസ് ഇൻ ദ ഫോം ഓഫ് റൈറ്റപ്പ്. സ്ത്രീകൾ അവരുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരണമെന്നാണ് ക്രിസ്ത്യൻ ലെഗാർഡ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? റൈറ്റപ്പ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, എനി വുമണിൽ നിന്ന ചോദ്യം ഇതാണ്: പ്രിപ്പയർ എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം എനി വുമൺ. എനി വുമൺ എന്ന പോയത്തിന് ഒരു അപ്രിസിയേഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. പലതവണ ചോദിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു അപ്രിസിയേഷൻ തയ്യാറാക്കേണ്ടതെന്ന് നമ്മൾ വീഡിയോ ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ +2 ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണാൻ ലിങ്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ്, മാച്ച് ബോക്സിൽ നിന്നുള്ള ചോദ്യം ഇതായിരുന്നു. ക്യാറ്റ് സ്കെച്ച് ആണ്. അതായത് അജിത്ത്, നൊബിതാസ് മദർ, ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗത്തു നിന്നും. ഇതൊക്കെ വളരെ സിമ്പിളാക്കി നോട്ട്സ് വിത്ത് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ റൈറ്റപ്പ് ഡിസ്കസിങ് ദ സ്പേസ് ഓഫ് വുമൺ ഇൻ എ ഫാമിലി. ഒരു കുടുംബത്ത് സ്ത്രീയുടെ സ്പേസ് എന്തുമാത്രമാണെന്ന് റൈറ്റപ്പ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, ഹൊറഗല്ലു എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. പ്രിപ്പയർ എ ക്യാറ്റ് സ്കെച്ച്. ക്യാറ്റ് സ്കെച്ച് എഴുതാൻ ചോദിക്കാറുണ്ട്. രത്ന, ഗ്രാൻഡ് ഫാദർ, അതുപോലെ തന്നെ സുധാമൂർത്തി, 3 പ്രധാനപ്പെട്ടതാണ്. പലതവണ ചോദിച്ചുള്ള ചോദ്യമാണ്. ഇതൊക്കെ നമ്മൾ സിമ്പിൾ നോട്ട്സ് വിത്ത് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ്, പ്രിപ്പയർ ആൻ ഇന്റർവ്യൂ വിത്ത് സുധാമൂർത്തി. മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ സുധാമൂർത്തിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ തയ്യാറാക്കണം. അപ്പോൾ അവിടെയും ഒരു 4-5 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ആൻ ഇന്റർവ്യൂ വിത്ത് രത്ന. രത്നയുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ തയ്യാറാക്കണം. അപ്പോൾ ഇത് നമ്മൾ വീഡിയോയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഏത് ടൈപ്പ് ഇന്റർവ്യൂ ബേസ് ചെയ്ത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. 10th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടൈറ്റിൽ ഹൊറഗല്ലു. ഹൊറഗല്ലു എന്ന തലക്കെട്ടിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണെന്ന് വിശദീകരിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്
ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്. നെക്സ്റ്റ് സെക്കൻഡ് യൂണിറ്റ് ഹൈറ്റ്സ് ഓഫ് ഹാർമണി. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് മെൻഡിങ് വോൾ, അമീഗോ ബ്രദേഴ്സ്, ദ അവർ ഓഫ് ട്രൂത്ത്. അപ്പോൾ മെൻഡിങ് വോളിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുമായ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പ്രിപ്പയർ എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം മെൻഡിങ് വാൾ, ഓർ റീഡ് ദ ഫോളോയിങ് പോയം ഗിവൺ ബിലോ ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് മെൻഡിങ് വാൾ. അപ്പോൾ മെൻഡിങ് വാൾ എന്ന പോയത്തിൻ്റെ ഒരു അപ്രിസിയേഷൻ എഴുതാൻ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പോയം തരികയും അതുപോലെ തന്നെ മെൻഡിങ് വാൾ എന്ന പോയമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം പോയത്തിൻ്റെ അപ്രിസിയേഷൻ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാക്കി തന്നെ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, എലാബറേറ്റ് ദ ഐഡിയ ഇൻ എ പാരഗ്രാഫ്. നല്ല അതിരുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനും ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ: പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് റോബർട്ട് ഫ്രോസ്റ്റ്. അപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റിന്റെ പ്രൊഫൈൽ എഴുതാൻ ചോദിക്കാറുണ്ട്. കുറച്ച് ഹിൻസ് തരും. ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കുറച്ച് ഹിൻസ് ഉണ്ട്. അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഒരു പ്രൊഫൈൽ എഴുതാൻ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് അമിഗോ പ്രദേശിൽ നിന്ന ചോദ്യമാണ്: അനൗൺസ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ മുൻ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്: ഇമാജിൻ യു ആർ സെലക്ടഡ് ആസ് അനൗൺസർ ഓഫ് ദ മാച്ച് ബിറ്റ്വീൻ അർജന്റീന ആൻഡ് പോർച്ചുഗൽ അറ്റ് ദ ഫിഫ വേൾഡ് കപ്പ് 2022. റൈറ്റ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ അനൗൺസ്മെന്റ് ടു ബി മെയ്ഡ് ബിഫോർ ദ മാച്ച്. അപ്പം നിങ്ങൾ അർജന്റീന പോർച്ചുഗൽ ഫിഫ വേൾഡ് കപ്പ് മത്സരത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അനൗൺസർ ആവുകയാണെങ്കിൽ ആ ഒരു മാച്ചുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെന്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അനൗൺസ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളാക്കി തന്നെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ +2 ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് വയ്ക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോ കാണാൻ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട് ബോക്സിംഗ് മാച്ച്. അപ്പോൾ ബോക്സിംഗ് മാച്ചുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് നമുക്ക് ദ അവർ ഓഫ് ട്രൂത്തിൽ നിന്നുള്ള ചോദ്യം ഇതായിരുന്നു: പ്രിപ്പയർ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോബർട്ട് ബാൽവിൻ. റോബർട്ട് ബാൽവിന്റെ ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പ്രിപ്പയർ എ സ്പീച്ച് അഗെയിൻസ്റ്റ് കറപ്ഷൻ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഓണസ്റ്റി ഇൻ പബ്ലിക് ലൈഫ്. അഴിമതിക്കെതിരായിട്ട് ഒരു സ്പീച്ച് തയ്യാറാക്കാൻ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഓണസ്റ്റി, ആത്മാർത്ഥത അല്ലെങ്കിൽ സത്യസന്ധതയുടെ പ്രാധാന്യം എന്തെല്ലാമാണെന്നും ഒരു സ്പീച്ച് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റൈറ്റ് ഔട്ട് ദ പോസിബിൾ ഡയറി എൻട്രി ഓഫ് റോബർട്ട് ബാൽവിൻ. റോബർട്ട് ബാൽവിന്റെ ഒരു ഡയറി എൻട്രി എഴുതാനും അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ആസ് ദ റിപ്പോർട്ടർ ഓഫ് ദ BBC ന്യൂസ് യു ആർ പ്രസന്റ് അറ്റ് ദ കോർട്ട് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഗ്രഷാംസ് ട്രയൽ. ഗിവ് എ ലൈവ് TV റിപ്പോർട്ട് റിഗാർഡിംഗ് ദ ട്രയൽ. അപ്പം BBC ന്യൂസിന്റെ ഒരു റിപ്പോർട്ടറായിട്ട് ഗ്രഷാമിന്റെ കോടതി വിചാരണ സമയത്ത് നിങ്ങൾ ചെല്ലുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു TV റിപ്പോർട്ട് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ TV റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് തേർഡ് യൂണിറ്റ് ചലഞ്ചസ് ഓഫ് ലൈഫ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എ 3-വീൽഡ് റെവല്യൂഷൻ, ദീദി, സ്റ്റാമർ. ഓക്കെ, അപ്പോൾ എ 3-വീൽഡ് റെവല്യൂഷനിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇർഫാൻ അലാം സെയ്സ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് റിസ്ക് ടു അച്ചീവ് യുവർ ഡ്രീംസ്. കമന്റ് ഓൺ ദീസ് സ്റ്റേറ്റ്മെന്റ്. ഇർഫാൻ അലാം ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരുന്നു അല്ലേ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ജീവിതത്തിൽ റിസ്കുകൾ എടുക്കണം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് വിശദീകരിക്കാൻ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: പ്രിപ്പയർ ആൻ ഇമെയിൽ ടു ഇർഫാൻ അലാം. ഇർഫാൻ അലാമിന് ഒരു ഇമെയിൽ അയക്കുക, അല്ലെങ്കിൽ പ്രിപ്പയർ എ ഫോർമൽ ലെറ്റർ ടു ഇർഫാൻ അലാം. ഇർഫാൻ അലാമിന് ഒരു ഫോർമൽ ലെറ്റർ തയ്യാറാക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻറ്റ്: പ്രിപ്പയർ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂം. ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററും റെസ്യൂമും തയ്യാറാക്കാൻ അറിഞ്ഞിരിക്കണം. ഇമെയിൽ ആണെങ്കിലും ഫോർമൽ ലെറ്റർ ആണെങ്കിലും ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമേ ആണെങ്കിലും ഇതൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ +2 ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാനുള്ള ലിങ്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇമാജിൻ ദാറ്റ് ഇർഫാൻ അലാം വിസിറ്റ് യുവർ സ്കൂൾ ആസ് പാർട്ട് ഓഫ് ED ക്ലബ് ഇനാഗുറേഷൻ. ആസ് എ സ്കൂൾ ലീഡർ ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് ഹിം? പ്രിപ്പയർ ദ ഇൻട്രൊഡക്ടറി സ്പീച്ച്. ഇർഫാൻ അലാം നിങ്ങളുടെ സ്കൂളിന്റെ ED ക്ലബ് ഇനാഗുറേഷന്റെ ഭാഗമായി നിങ്ങളുടെ സ്കൂളിലേക്ക് എത്തുകയാണ്. ഒരു സ്കൂൾ ലീഡർ എന്ന നിലയിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് തയ്യാറാക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ദീദി എന്ന ഭാഗത്തിൽ നിന്നൊരു ചോദ്യമാണ്: പ്രിപ്പയർ ആൻ ഇന്റർവ്യൂ വിത്ത് ഷഹീൻ മിസ്ത്രി. ഷഹീൻ മിസ്ത്രിയുമായി ബന്ധപ്പെട്ട
ഒരു ഇന്റർവ്യൂ തയ്യാറാക്കാൻ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു 4-5 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും വേണം. അപ്പോൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇന്റർവ്യൂ ബേസ് ചെയ്ത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു 5 ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും നമ്മൾ അതൊക്കെ വീഡിയോക്ക് സിമ്പിളാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണാനുള്ള ലിങ്ക് അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷഹീൻ മിസ്ത്രി felt that in St. Xavier's, Mumbai, a far more bookish form of learning replaced the academic rigor and intellectual stimulation she had received in Massachusetts. Do you agree with this opinion? Give 4 points for or against the topic. Indian system of education tends to prioritize theoretical knowledge over practical skills. അതായത് മുംബൈയിലെ സെന്റ് സേവിയേഴ്സിൽ മസാച്യുസെറ്റ്സിൽ തനിക്ക് ലഭിച്ച അക്കാദമിക കാഠിന്യത്തിനും ഭൗതിക ഉത്തേജനത്തിനും പകരം കൂടുതൽ പുസ്തക രൂപത്തിലുള്ള പഠനരീതി വന്നതായി ഷഹീൻ മിസ്ത്രിക്ക് തോന്നുകയാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ അനുകൂലിക്കുന്ന 4 പോയിന്റും അതുപോലെ തന്നെ എതിർക്കുന്ന 4 പോയിന്റും മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രാക്ടിക്കൽ സ്കില്ലിനേക്കാൾ കൂടുതൽ പ്രാധാന്യം തിയററ്റിക്കൽ നോളജിന് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എഗെയിൻസ്റ്റ് ആയിട്ട് എഴുതണം, സപ്പോർട്ട് ചെയ്തുള്ള രീതിയിലും എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാമർ എന്ന കവിതാ ഭാഗത്തിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. പ്രിപ്പയർ എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം സ്റ്റാമർ. സ്റ്റാമർ എന്ന പോയത്തിന്റെ ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാമർ മാത്രമല്ല, നമ്മൾ പഠിക്കാത്തൊരു പോയം തരികയും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പോയം തന്നിട്ട് അതിന്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതാൻ ചോദിച്ചാലും എന്താണെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ്, സ്റ്റാമർ സിംബോളൈസൈസസ് ദ എബിലിറ്റി ടു പ്രൊട്ടക്ട്, respond and react to the evils of the society. Do you agree? Comment. സ്റ്റാമർ സൂചിപ്പിക്കുന്നത് സമൂഹത്തിലെ തിന്മകളോട് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ഉള്ളതാണ്. അപ്പം നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് എഴുതാനും ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, 4th യൂണിറ്റ്, ലീവ് ആൻഡ് ലെറ്റ് ലീവ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് when a sapling is planted, rise, dangers of drug abuse. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് എന്ന ഭാഗത്തുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: പ്രിപ്പയർ എ സ്പീച്ച് ഓർ ലെറ്റർ ടു ദ എഡിറ്റർ ഓൺ ദ ടോപ്പിക് എൻവയോൺമെന്റൽ കൺസർവേഷൻ. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു സ്പീച്ച് തയ്യാറാക്കുക അല്ലെങ്കിൽ ലെറ്റർ തയ്യാറാക്കുക. ലെറ്റർ ടു എഡിറ്റർ മീൻസ് എന്താണ്? ഒരു ഫോർമൽ ലെറ്റർ തയ്യാറാക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ റൈസ് എന്ന പോയത്തിൽ നിന്നുള്ള ചോദ്യമാണ്. പ്രിപ്പയർ എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം റൈസ്. അപ്പോൾ റൈസിന്റെയും ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അപ്രിസിയേഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും വീഡിയോ കാണാൻ ലിങ്ക് ഉണ്ട്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ബ്രിങ് ഔട്ട് ദ എലമെന്റ്സ് ഓഫ് സറ്റയർ ഇൻ ദ പോയം റൈസ്, ഹൈലൈറ്റിംഗ് ദ ചേഞ്ചസ് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ വിത്ത് ദ ചേഞ്ചിങ് ടൈംസ്. ഈ മാറുന്ന കാലത്തിനനുസരിച്ചുള്ള ആളുകളുടെ മനോഭാവത്തിലുള്ള മാറ്റങ്ങളും കവിതയിൽ ഉയർത്തിക്കാട്ടുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സറ്റയറിന്റെ എലമെന്റ്സുകൾ എന്തെല്ലാമാണെന്നും അതിന്റെ ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അതിനെ സൂചിപ്പിക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെമ്മനം ചാക്കോ ബ്യൂട്ടിഫുള്ളി portrays the contrast between expectations was reality of the narrator in the poem Rise substantiate. ചെമ്മനം ചാക്കോ റൈസ് എന്ന പോയത്തില് അദ്ദേഹം എക്സ്പെക്ടേഷൻസ്, അതായത് അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളും അതുപോലെ തന്നെ റിയാലിറ്റി, യാഥാർത്ഥ്യവും എല്ലാം ഈ ഒരു കവിതയിൽ വളരെ മനോഹരമായി തന്നെ അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിൽ നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: പ്രിപ്പയർ എ സ്പീച്ച് ഓർ എസ്സേ ഓൺ ദ ടോപ്പിക് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. അതായത് മയക്കുമരുന്നിന്റെ ദുരുപയോഗത്തിന്റെ അപകടങ്ങളെ പറ്റി ഒരു സ്പീച്ച് തയ്യാറാക്കുക അല്ലെങ്കിൽ എസ്സേ എഴുതാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്, നന്നായി പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സേവിംഗ് ദ യൂത്ത് ഫ്രം ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അഡിക്ഷൻ ഹാസ് ബിക്കം ദ നീഡ് ഓഫ് ദ ഹവർ. ആസ് എ വോളണ്ടിയർ ഓഫ് ദ ആന്റി നാർക്കോട്ടിക് ക്ലബ്, പ്രിപ്പയർ എ സ്പീച്ച് ടു ബി പ്രസന്റഡ് at the school assembly on the topic drug abuse among teenagers, causes and effects. അപ്പോൾ യുവാക്കളെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ആന്റി നാർക്കോട്ടിക് ക്ലബിന്റെ വോളണ്ടിയർ എന്ന നിലയിൽ നിങ്ങളുടെ സ്കൂൾ അസംബ്ലിയിൽ ടീനേജേഴ്സിന്റെ മയക്കുമരുന്നിന്റെ ദുരുപയോഗങ്ങളും അതുപോലെ തന്നെ കാരണങ്ങളും അതിന്റെ ഫലങ്ങളും എന്ന വിഷയത്തിൽ ഒരു സ്പീച്ച് തയ്യാറാക്കാനും നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്നും ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ട് പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക.
Okay, next, drug abuse has become a significant social menace that demands a collective effort to eradicate it from the society. As a member of the Saurada Club, you decide to write a letter to the editor of a famous daily showcasing your concern over the issue. Draft the likely letter. മയക്കുമരുന്നിന്റെ ദുരുപയോഗം ഒരു പ്രധാന സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടാൻ വേണ്ടി ഒരു കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സൗഹൃദ ക്ലബിലെ ഒരു അംഗമെന്ന നിലയിൽ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്ക പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രശസ്ത ദിനപത്രത്തിന്റെ എഡിറ്റർക്ക് നിങ്ങൾ ഒരു കത്ത് എഴുതുകയാണ്. അപ്പം ആ ഒരു കത്ത് എങ്ങനെയായിരിക്കണം? ലെറ്റർ ടു എഡിറ്റർ. ഓക്കെ, അതായത് ഫോർമൽ ലെറ്റർ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ തന്നെ ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് വീഡിയോ കാണാനുള്ള ലിങ്ക് അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് 5th യൂണിറ്റ്, ദ ലൈറ്റർ സൈഡ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് പോസ്റ്റ് early for Christmas. This is going to hurt just a little bit. അതുപോലെ തന്നെ ക്രൈം ആൻഡ് പണിഷ്മെന്റ്. ഓക്കെ, അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പോസ്റ്റ് early for Christmasൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്ലേ പോസ്റ്റ് early for Christmas is a source of laughter. Yet beneath the humor lies a valuable life lesson for all of us to learn, substantiate. പോസ്റ്റ് early for Christmas എന്ന ഈ ഒരു പ്ലേയിൽ അല്ലെങ്കിൽ ഈ ഒരു നാടകത്തിൽ ചിരിക്കാനുള്ള ഒരുപാട് സോഴ്സസ് അല്ലെങ്കിൽ ഒരുപാട് സ്രോതസ്സുകൾ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നർമ്മത്തിന്റെ അടിയിൽ നമുക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള വിലപ്പെട്ട ജീവിത പാഠങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് വിശദീകരിക്കാനൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫാർമർ ഇൻ ദ പ്ലേ പോസ്റ്റ് early for Christmas reads the news about finding a bomb in a post office in London. Write the probable newspaper report. പോസ്റ്റ് early for Christmas എന്ന ഈ ഒരു പ്ലേയിൽ ഫാർമർ ലണ്ടനിലെ ഒരു പോസ്റ്റ് ഓഫീസിൽ ബോംബ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് വായിക്കുകയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം ബോംബ് കണ്ടെത്തുന്നു, സ്കോട്ട്ലൻഡ് യാർഡിലാണ്, ഒരു ക്രിസ്മസ് പാഴ്സൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ലണ്ടനിലെ പോസ്റ്റ് ഓഫീസിലെ ഒരു സസ്പീഷ്യസ് പാഴ്സലാണ്. അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനും ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the one act play post early for Christmas will be on your school. Prepare a notice. അതായത് പോസ്റ്റ് early for Christmas എന്ന വൺ ആക്ട് പ്ലേ നിങ്ങളുടെ സ്കൂളിൽ നടത്തപ്പെടാൻ പോവുകയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് തയ്യാറാക്കാനും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്, കമന്റ് ഓൺ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ ദിസ് ഈസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. അതായത് ദിസ് ഈസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന തലക്കെട്ടിന്റെ സ്യൂട്ടബിലിറ്റി എന്തുമാത്രം യോജിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ്, ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്, എ ടീച്ചർ ഈസ് എ മെന്റർ ആൻഡ് ഹാസ് ഗ്രേറ്റ് റോൾ ഇൻ മൗൾഡിംഗ് ദ പേഴ്സണാലിറ്റി ഓഫ് എ ചൈൽഡ്. അനലൈസ് ദ ക്യാരക്ടർ ഓഫ് ദ ടീച്ചർ ഇൻ ദ സ്റ്റോറി ക്രൈം ആൻഡ് പണിഷ്മെന്റ് ബൈ R.K. നാരായൺ. ഒരു അധ്യാപകൻ ഒരു ഉപദേശകനാണ്. ഒരു കുട്ടിയുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി രൂപപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഓരോ അധ്യാപകരും. അപ്പൊ R.K. നാരായണന്റെ ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന കഥയിൽ ആ ടീച്ചറിന്റെ അല്ലെങ്കിൽ ആ അധ്യാപകന്റെ കഥാപാത്രത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് വിശകലനം ചെയ്ത് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് കൂടാതെ നമുക്ക് പരീക്ഷയിൽ പൊതുവെ നമ്മൾ ഇംഗ്ലീഷിന്റെ പരീക്ഷയിൽ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, പോയം അപ്രീസിയേഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത വീഡിയോ കാണാം. പോയം അപ്രീസിയേഷൻ പഠിച്ചിരിക്കണം. കുറച്ച് ഹിൻസ് തന്നിട്ട് പ്രൊഫൈൽ തയ്യാറാക്കാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അത് അറിഞ്ഞിരിക്കണം. സ്പീച്ച് തയ്യാറാക്കാൻ അറിഞ്ഞിരിക്കണം. ഇന്റർവ്യൂ തയ്യാറാക്കാൻ അറിഞ്ഞിരിക്കണം. ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നമ്മൾ ഏത് ടൈപ്പ് അല്ലെങ്കിൽ ആരോടുള്ള ഇന്റർവ്യൂ ആണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുന്ന കോമൺ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ദെൻ ഫോർമൽ ലെറ്റർ അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ദെൻ അനൗൺസ്മെന്റ് എങ്ങനെയായിരിക്കണം അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ സ്കെച്ച്, പ്രധാനപ്പെട്ട ഏതൊക്കെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കണം എന്നുള്ളതെല്ലാം ഈ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വീഡിയോയ്ക്ക് തന്നെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നോട്ട്സ് ഉൾപ്പെടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണണം. ദെൻ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമേ ഇതൊക്കെ സിമ്പിൾ ആക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ഇമെയിൽ പ്രിപ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ പഠിച്ചിരിക്കണം. ഡയറി എൻട്രി അറിഞ്ഞിരിക്കണം. ബ്ലോഗ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, പഠിച്ചിരിക്കണം. ബ്ലർബ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നോട്ടീസ്, സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കാൻ പഠിച്ചിരിക്കണം. റൈറ്റപ്പ് തയ്യാറാക്കാനും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസിനാണ് അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്സിനാണ് നിങ്ങൾ ഇംഗ്ലീഷിന്റെ പരീക്ഷയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്
+2 ഇംഗ്ലീഷിന്റെ. പബ്ലിക് എക്സാമിന് നിങ്ങളോടൊപ്പം പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അതുപോലെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് അവിടെ ചോദിച്ചത് നോട്ട് സെലക്ട് ചെയ്തതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.